അതുകൊണ്ട് കമ്മീഷൻ ഉടനടി പ്രവർത്തനം പുനരാരംഭിക്കും. ആ മെയ് 30 മുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ്. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുൻപത്ത് പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയമാണ്, പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. ഇത്ര വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഒക്കെ മിനിസ്റ്റേഴ്സ് ചെയ്യുന്നില്ലേ? തർക്കം ഉണ്ടെങ്കിൽ രണ്ടു കൂട്ടരും സമ്മതിച്ചാൽ പ്രശ്നം തീരൂലേ? തീരുമാനം മുഖ്യധാരാ മുസ്ലിം സംഘടനകളൊക്കെ വിട്ടുകൊടുത്താണല്ലോ ഗവൺമെന്റിന്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അപ്രോപ്രിയേറ്റ് ടൈമിൽ അങ്ങനെ ഒരു മൂവ് വന്നില്ല, എല്ലാവരും വിളിച്ചുകൂട്ടിയില്ലല്ലോ. മുനമ്പത്ത് താങ്ക് യു മോദിക്ക് അരങ്ങൊരുങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഇടതും വലതും പ്രതിരോധത്തിലായി തുടരവേ ഒടുവിൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നൊരു കച്ചിത്തുരുമ്പ്. സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന് തുടരാമെന്ന് ഇടക്കാല ഉത്തരവ് വരുമ്പോൾ ആശ്വാസകരമെന്നും മുനമ്പത്തുള്ളവരെ കുടിയൊഴിപ്പിക്കില്ലെന്നും മന്ത്രി ആവർത്തിക്കുന്നു. ഈ പ്രശ്നം വലിച്ചു നീട്ടി വഷളാക്കിയ സർക്കാർ തന്നെ അത് പരിഹരിക്കണമെന്നും ബിജെപിക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വളമൊരുക്കരുതെന്നും കോൺഗ്രസും ഒറ്റവാക്കിൽ പറയുന്നു. ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി തൽക്കാലം സർക്കാരിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കേണ്ടതില്ലെന്ന നിലപാടും എടുത്തിരിക്കുന്നു. വഖഫ് ബില്ലിന്റെ തൊട്ടടുത്ത ദിവസം 50 പേർ ഒറ്റയടിക്ക് ബിജെപിയിൽ ചേർന്ന മുനമ്പത്ത് ആഞ്ഞടിച്ചു തുടങ്ങിയ രാഷ്ട്രീയ കാറ്റ് മാറിവീശുകയാണോ? മുനമ്പം കടവത്തടിപ്പിക്കാൻ കടമ്പകളിനിയും ബാക്കിയാണോ ബിജെപിക്ക്? ബില്ല് പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് ഈ നടത്തുന്നത് സാമുദായിക ധ്രുവീകരണമെന്ന ആരോപണവുമായി LDF-ഉം UDF-ഉം നിലപാട് കടുപ്പിക്കുമ്പോൾ ബിജെപി മുനമ്പക്കത്ത് കാലുറപ്പിക്കുമോ? കാണാനിരിക്കുന്നതേയുള്ളൂ മുനമ്പം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വഴിത്തിരിവുകൾ. പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയിൽ 5 പാനലിസ്റ്റുകൾ ചേരുന്നു. നമുക്കൊപ്പം CPM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് അഡ്വക്കേറ്റ് നോബൽ മാത്യു, ഒപ്പം കാത്തലിക് കോൺഗ്രസിന്റെ ഭാരവാഹി ജോസ് കുട്ടി ജെ ഒഴികയിൽ മുൻ KCYM രൂപതാ ഡയറക്ടർ ഫാദർ അജി പുതിയാപ്പറമ്പിൽ. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം CPM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, ആശ്വാസകരമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഇടക്കാല ഉത്തരവ് എന്ന് മന്ത്രി പറയുന്നു, കമ്മീഷൻ പറയുന്നു. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും മുനമ്പത്തെ ജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഇടത് പക്ഷത്തിന്റെ നിലപാടിനൊപ്പമല്ല. മുനമ്പത്ത് വഖഫ് ബില്ലിനെ അനുകൂലിച്ച BJPക്കൊപ്പമാണ്. ആ തരത്തിൽ രാഷ്ട്രീയ കളം മാറ്റങ്ങൾ അവിടെ നടക്കുന്നു. മറ്റന്നാൾ താങ്ക് യു മോദി എന്ന വലിയൊരു അഭിനന്ദന സമ്മേളനം ഒരുക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം വന്നുകൊണ്ടുള്ള ഒരു അഭിനന്ദന സമ്മേളനം ഒരുക്കുന്നു. ഏത് തരത്തിലുള്ള ആശ്വാസകരം എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്? ഇത് നമ്മുടെ പൊതുവിൽ ടെലിവിഷൻ ചർച്ചകളും കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ മതധ്രുവീകരണത്തിനും അതിലൂടെ എങ്ങനെയെങ്കിലും ഏത് പിൻവാതിൽ വഴിയാണെങ്കിലും കയ്യടി നേടുക എന്ന നിലപാടുമായിട്ട് BJP തെറ്റായ സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ പൊതുവിൽ ഈ ചർച്ചകളുടെ എല്ലാം ഒരു സ്വഭാവം പരിശോധിക്കുമ്പോഴും വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന പ്രയോഗങ്ങളും സ്റ്റേറ്റ്മെന്റുകളുമൊക്കെ ഈ ചർച്ചകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ മുനമ്പത്തെ പ്രശ്നത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രിയുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. മുനമ്പത്തെ ജനങ്ങൾ 600ഓളം കുടുംബങ്ങൾ അവര് താമസിക്കുന്ന അവരുടേതായിട്ടുള്ള അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനോ അവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ ഒരു കാരണവശാലും ഗവൺമെന്റ് തയ്യാറാവുകയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നികുതി അടയ്ക്കാനുള്ള അനുമതി അടക്കം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചത്. അതോടൊപ്പം റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള
ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചപ്പോഴും ഗവൺമെന്റിനെതിരെയും കമ്മീഷനെതിരായിട്ടുമൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്നും ഒക്കെ പല ആക്ഷേപങ്ങളും ഉയർന്ന് വരികയുണ്ടായി. എന്നാൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെടുകയും ജനങ്ങളുടെ താമസിക്കാനുള്ള അവരുടെ വസ്തുക്കളുടെ മേൽ അവർക്ക് അവിടെ കുടിയിറക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് ആ വിഷയങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടിയും ശരിയായ ഒരു നിർദ്ദേശം സമർപ്പിക്കുന്നതിനു വേണ്ടിയും നിയമപരമായ കമ്മീഷനെ അവിടെ നിയമിച്ചത്. അത്രയും ഗൗരവം ആ വിഷയത്തിൽ കണ്ടതുകൊണ്ടാണ്. എന്നാൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നൊക്കെ ദൗർഭാഗ്യകരമായ ഒരു വിധി വരികയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഏറ്റവും അടിയന്തരമായിട്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ അപ്പീല് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതോടൊപ്പം ഈ കമ്മീഷന്റെ പ്രവർത്തനം തടയരുത് എന്ന അഭ്യർത്ഥനയുമായി കോടതിയുടെ മുന്നിലേക്ക് പോകുന്നു. ഈ കമ്മീഷന്റെ പ്രവർത്തനം സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉയർന്നു വന്ന ഒരു തർക്കത്തിന് പരിഹാരമുണ്ടാക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടാണ്, പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. അതോടൊപ്പം ഹൈക്കോടതിയുടെ മുന്നിലടക്കം മുനമ്പത്തെ ഭൂമി പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ വ്യക്തമായ നിലപാട് കൂടിയാണ് ഈ കമ്മീഷന്റെ രൂപീകരണത്തിൽ ഗവൺമെന്റിനെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗവൺമെന്റിന്റെ നിലപാടിനെയും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെയും അംഗീകരിച്ചുകൊണ്ടാണ് മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. BJPയും അതോടൊപ്പമുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി, മതധ്രുവീകരണത്തിനു വേണ്ടി രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ചോരക്കൊതിയന്മാരായ ചെന്നായ്ക്കളുടെ രൂപത്തിൽ BJPയുടെ രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത നിലപാട് ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ വിഷയമെന്ന നിലയിലല്ല, ഒരു വലിയ ജനവിഭാഗത്തിന്റെ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനും അവരുടെ ആ ഭൂമിക്കുമേലുള്ള അവരുടെ പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള വളരെ വളരെ സുതാര്യമായ നിലപാടിനോടുള്ള കോടതിയുടെ അംഗീകാരവുമാണെന്ന് തീർച്ചയായിട്ടും ഞാൻ കരുതുകയാണ്. അല്ല, ശ്രീ ഷിജുഖാൻ, ഈ കമ്മീഷനെ നിയമിച്ചത് ജനങ്ങളെ പറ്റിക്കലാണെന്ന് BJP പറയുന്നു. ഈ വഖഫ് ബില്ല് പാസ്സായ ദിവസം അത് തന്നെയാണ് സമരസമിതിയിലെ ജനങ്ങളും ആ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. കമ്മീഷൻ ഇല്ലാതെ തന്നെ പ്രശ്നം പരിഹരിക്കണമായിരുന്നു, സർക്കാർ ഇത് നീട്ടി വഷളാക്കിയെന്ന് കോൺഗ്രസും പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഈ കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപടിയെടുക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട്. അതായത് ഒരു തുടർ നിയമ പ്രക്രിയകൾ മുന്നിൽ നിൽക്കുന്നു. ഇതാണോ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പരിഹാരം? ഇതെങ്ങനെ ഒരു ശാശ്വത പരിഹാരമാകും എന്നൊക്കെയുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ടാവില്ല. ഈ ആശയക്കുഴപ്പം കൃത്യമായി പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ? അല്ല, അതായത് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഒരു ഭൂമിക്കുമേൽ, നമുക്ക് കൈവശാവകാശമുള്ള ഒരു ഭൂമിക്കുമേൽ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ നമുക്ക് ഓരോരുത്തർക്കും ആശങ്ക സ്വാഭാവികമാണ്. നമുക്ക് അതിന്മേലുള്ള നമ്മുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. എന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുത്തിവെച്ച ഒരു കാര്യമൊന്നുമല്ല. ആ മുനമ്പത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം അതൊന്നുമല്ല. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഹൈക്കോടതിയുടെ മുന്നിലുള്ള നിരവധി കേസുകൾ, മുനമ്പത്തെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിലുള്ള നിരവധി കേസുകളുണ്ട്. ഹൈക്കോടതിയുടെ ചില ജഡ്ജ്മെന്റുകളുണ്ട്. ഹൈക്കോടതി ജഡ്ജ്മെന്റ് അടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം ഉൾപ്പെടെ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാടെടുത്തു. അത് ആശങ്ക പരിഹരിക്കുന്നതിന്റെ ഭാഗമാണ്. ഹൈക്കോടതിയിലടക്കം കേസുള്ളപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഗവൺമെന്റ് അക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ 10 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടും ഒരു ഭൂമി പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെയുള്ള ഈ അമിതമായ വാദങ്ങൾ, അതിവാദങ്ങളാണ് ശ്രീ VD സതീശനെ പോലുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മുന്നിലുള്ള വിഷയങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അസാധ്യമാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ്? നമ്മുടെ മുന്നിലുള്ള വഴി
ഇപ്പൊ കമ്മീഷൻ രൂപീകരിക്കുന്നത് പറ്റിക്കലാണ് എന്ന് BJP ആരോപിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സങ്കീർണമായ പ്രശ്നത്തിന്മേൽ ഒരു ഗവൺമെന്റിന് എങ്ങനെ ഇടപെടാൻ സാധിക്കും? ഗവൺമെന്റിന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? ഹൈക്കോടതിയുടെ വിധി എന്ത് തന്നെയായാലും, ഹൈക്കോടതിയുടെ കേസ് എന്ത് തന്നെയായാലും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു എന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനും തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്മേൽ ഒരു കമ്മീഷൻ നിയമനത്തിലേക്ക് പോകുന്നത്. അത് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസാണ് അതിന്റെ അധ്യക്ഷൻ. അത് ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ധരിപ്പിക്കുന്നതിന്റെ ഗൗരവം കൂടിയാണ്. അപ്പോ എന്താണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ്? അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം എന്താണ്? അതിന്മേൽ വഖഫ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളടക്കം ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ശരിയായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരണം. അതിന് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റിലൂടെ കൃത്യമായിട്ടുമുള്ള വിലയിരുത്തൽ ഗവൺമെന്റിന് എത്തിച്ചേരാൻ സാധിക്കും. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്തിന് അവിശ്വാസത്തിലെടുക്കണം? ഇപ്പോ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ CPIM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ വക്താവ് വല്ലതുമാണോ? അദ്ദേഹം വളരെ സ്വീകാര്യനായ ഒരു ജുഡീഷ്യൽ ഓഫീസറായി ഇന്ത്യയിൽ അറിയപ്പെടുന്നയാളാണ്. അപ്പോ ആ കമ്മീഷൻ, നിങ്ങൾ ഒറ്റ കാര്യം കൂടി അപർണ, ആ കമ്മീഷന്റെ രൂപീകരണം കബളിപ്പിക്കലും പറ്റിക്കലുമാണെന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും BJP ശ്രമിച്ചത് അവർക്കുള്ള താക്കീതാണ്, അവർക്കുള്ള തിരിച്ചടിയാണ് കോടതിയിൽ. ശരി, ഞാൻ തിരികെ എത്താം. ഡോക്ടർ ഷിജുഖാൻ, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമള്ളി, അങ്ങനെ പറ്റിക്കലാണ് എന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് ഇത് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ, ഈ കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് കോൺഗ്രസുമുണ്ട്. ഒരു വശത്ത് കോൺഗ്രസ് അങ്ങനെ പറയുന്നു, ഇത് സർക്കാർ പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്ന് ലീഗ് അടക്കം പറയുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് വഖഫ് ബിൽ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം വരെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യുന്നുള്ള ഒരൊറ്റ കൈ BJPയും പ്രകടമാക്കുന്നു. ഇതിപ്പോ ആരുടെ കോർട്ടിലാണ് പന്തുകൾ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കോർട്ടിൽ തൽക്കാലം പന്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ഏത് തരത്തിലാണ് വസന്ത് റെസ്പോൺസ്? അല്ല അപർണ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കളത്തിലിറങ്ങി കളിക്കുന്നവർ തന്നെയാണ്. പക്ഷെ തൽക്കാലം ഈ വർഗീയതയുടെ കോർട്ടിൽ ഞങ്ങൾക്ക് പന്ത് വേണ്ട എന്ന നിലപാടാണ് കാലങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഇപ്പോഴും സ്വീകരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു നിലപാട് കൂടിയുണ്ട്. അങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി, അങ്ങനെ ഒരു പ്ലേ പിച്ച് ഉണ്ടാക്കി അവിടെ ഗോൾ അടിക്കാൻ BJP ഇറങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും കോൺഗ്രസ് പോകും എന്നതിൽ സംശയവും വേണ്ട. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്മീഷനിൽ വിശ്വാസം അർപ്പിക്കാത്തത്, 10 മിനിറ്റിൽ പരിഹാരം എന്ന് പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾ പറഞ്ഞത്, ഒന്ന്, മുനമ്പ ജനതയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് അവർക്ക് കരമടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന ഇമ്മീഡിയറ്റ് റിസൾട്ട് ആയിരുന്നു. അതിഭയങ്കരമായ അതിപ്രാധാന്യമായി അവരെ നേരിട്ട് ബാധിച്ചത് അവർക്ക് കരമടയ്ക്കാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം ലീഗൽ പ്രൊസീഡിങ്സ് ആണല്ലോ. വഖഫ് ബോർഡിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് കോടതി തീരുമാനം എടുക്കുന്നോടം വരെയെങ്കിലും കരമടയ്ക്കാൻ സമ്മതിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വഖഫ് ബോർഡിനും ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യമാണ്. അത് ചെയ്തില്ല, അത് ചെയ്യാൻ ശ്രമിച്ചില്ല ആദ്യം തൊട്ടേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. സംസ്ഥാന വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും സംസ്ഥാന വഖഫ് ബോർഡ് ഈ വിഷയത്തിൽ BJPക്ക് അനുചരണമായ ഒരു നിലപാട് സ്വീകരിച്ചു പോന്നോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇനി രണ്ടാമത്, വഖഫ് ബില്ല് വരുമ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ എടുത്തു പറയുകയാണ്, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ് ഈ ബില്ല് എന്ന് പറയുകയും ഈ ബില്ലിന് യാതൊരു മുൻകാല പ്രാവീണ്യം നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഈ ട്രസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമല്ലോ എന്ന്. ട്രസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ എന്താണ് ഉണ്ടാവുക? വഖഫ് ഭൂമി എന്ന് ഇവർ ക്ലെയിം ചെയ്യുന്ന മുനമ്പത്തെ ഭൂമി സ്വാഭാവികമായും സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകണം. സ്റ്റേറ്റിന്റെ പിന്തുടർച്ച അവകാശികൾ ആരാണോ അവരുമായി പിന്നീട് കേസുണ്ടാവും. അതായത് അനിതര സാധാരണമായൊരു നിയമ പോരാട്ടത്തിലേക്ക്, നിയമയുദ്ധത്തിലേക്ക് കടക്കേണ്ടതായി വരും മുനമ്പ ജനതയ്ക്ക് വരും ദിവസങ്ങളിൽ. കോൺഗ്രസ് ഇത് മുമ്പേ പറഞ്ഞതാണ്, ഞങ്ങൾ ഇപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ, വളരെ മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് പോലെ വരും ദിവസങ്ങളിൽ മുനമ്പം പീപ്പിൾ അവരുടെ എന്താണ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് ഉണ്ടാകാൻ പോവുകയാണ്. നോക്കൂ, ഈ ഒറ്റ ബില്ലുകൊണ്ട് സംസ്ഥാന വഖഫ് ബോർഡിനും കേന്ദ്ര വഖഫ് ബോർഡിനും തീരുമാനിച്ച് തീർക്കാൻ പറ്റുമായിരുന്ന ഒരു വിഷയത്തിലാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇനി രണ്ട് കാര്യങ്ങൾ. BJPയുടെ അടുത്ത ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം അവിടെ നടക്കാൻ പോവുകയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവിടെ എത്തും.
ആ യോഗത്തിന്റെ പേര് ഇട്ടിരിക്കുന്നത് അഭിനന്ദൻ സദസ് എന്നാണ്. ആർക്കാണ് അഭിനന്ദനം കൊടുക്കുന്നത്? കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനാണോ? അതോ ഇപ്പോഴും ദേഹത്ത് നിന്ന് മറ്റേ നാഗവല്ലി ഇറങ്ങിപ്പോയിട്ടില്ലാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണോ? അതോ ഈ മുനമ്പൻ ജനതയുടെ സമരപ്പന്തലിൽ വന്നൊന്ന് പറയുകയും പാർലമെന്റിൽ പോയി മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിക്കാണോ? ആർക്കാണ് ഇവർ അഭിനന്ദനം നൽകുന്നത്? ഇനി നരേന്ദ്രമോദിക്കാണോ? അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിലുള്ള BJP പ്രതിനിധിയോട് എന്റെ എളിയ ചോദ്യം, നിങ്ങൾ വലിയ കൊട്ടി ഘോഷിച്ച്, നിങ്ങൾ മുനമ്പൻ ജനതയുടെ അടുത്ത് പോയി വലിയ വീർവാണമടിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ ബില്ലുണ്ടല്ലോ, ഈ ആക്ട് ഉണ്ടല്ലോ, ഈ നിയമമുണ്ടല്ലോ, അത് നിലവിൽ വന്ന എത്രാമത്തെ ദിവസം തൊട്ട് ആ നിയമത്തിന്റെ ഭാഗമായി ഈ പറയുന്ന മുനമ്പൻ ജനതയ്ക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം കരമടയ്ക്കാൻ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവെങ്കിലും ആ വേദിയിൽ വന്ന് പ്രസംഗിക്കാൻ തയ്യാറാവണം. വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ്. നിങ്ങൾ കൊണ്ടുവന്ന വഖഫ് ബില്ല് കൊണ്ട് മുനമ്പത്തെ ജനതയുടെ പ്രശ്നം തീരുമെങ്കിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയോ പറയണം, ഈ ബില്ല് ആക്ടായി അത് എൻഫോഴ്സ്മെന്റിൽ വന്ന് എത്രാമത്തെ ദിവസം തൊട്ട് ഈ മുനമ്പത്തെ ജനതയ്ക്ക് കരമടയ്ക്കാൻ സാധിക്കും, അവരുടെ പ്രശ്നം സമ്പൂർണ്ണമായി തീരാൻ ഈ ബില്ല് എന്തൊക്കെയാണ് സംഭാവന ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം. ഇനി BJP-ക്കാരുടെയും സംഘപരിവാരത്തിനില്ല കേട്ടോ, അവര് BJP കുറെയൊക്കെ ക്രൈസ്തവ സ്നേഹം പറയുമ്പോൾ അവർ ഓർഗനൈസറിൽ ക്രൈസ്തവ സഭയാണ് ഏറ്റവും വലിയ നോൺ ഗവൺമെന്റൽ ലാൻഡ് ഹോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും, അവർ മദർ തെരേസയ്ക്കെതിരെ എഴുതും, അവർ ഗ്രഹാം സ്റ്റെയിൻസിനെ ആക്രമിക്കും, അവർ മധ്യപ്രദേശിൽ പള്ളിക്കുള്ളിലേക്ക് ആർച്ച് കയറും, പള്ളിയുടെ മുകളിലുള്ള കുരിശ് താഴെയിടും, അങ്ങനെ എല്ലാ പണികളും ചെയ്യുന്നവരാണിവർ. നോക്കൂ, ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ ആക്രമിക്കുമ്പോൾ ഇവർ ബജറംഗി ദളാണെങ്കിൽ പള്ളിയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഇവർ രാമസേനയാണ്, പള്ളിയിലെ വികാരിയച്ഛനെ തെരുവിലിറക്കി വലിച്ചിഴയ്ക്കുമ്പോൾ ഇവർ ഹനുമാൻ സേനയാണ്. നാട്ടിൽ മുഴുവൻ ഇവർക്ക് പല പേരാണ്. ആ പല പേരിലെത്തുന്ന ഭീകര സത്വത്തിന്റെ പേരാണ് സംഘപരിവാരം എന്നത്. അത് തിരിച്ചറിയാൻ ക്രിസ്ത്യൻ സമൂഹം തയ്യാറാവണം. ഞാനടങ്ങുന്ന ക്രിസ്ത്യൻ സമൂഹം തയ്യാറാവാത്ത പക്ഷം ഇവരുടെ ഈ ആദ്യത്തെ ഒരു ഷുഗർ കോട്ടഡ് ലവ് ഉണ്ടല്ലോ, ആ ഷുഗർ കോട്ടഡ് ലവിന് ശേഷം വരാൻ പോകുന്നത് കൈപ്പേറിയ ദിനങ്ങളായിരിക്കും എന്നത് മറന്നുപോകാൻ പാടില്ല. ഓക്കെ, BJP നേതാവ് അഡ്വക്കേറ്റ് നോബൽ മാത്യു, ഇതിനെല്ലാം ഉള്ള മറുപടിയാണ്. ഒപ്പം ഇപ്പോൾ ഇടത് സർക്കാരിനുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിലൊരു നടപടി, ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തള്ളിക്കളയുന്നുമില്ല കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷം, ഇത് തള്ളിക്കളയുന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇനിയും നീണ്ടുപോകുന്ന ഒരു നിയമ പ്രക്രിയകളിലേക്കാണ് മുനമ്പം ജനതയെ കൊണ്ട് ഇടുന്നതെങ്കിൽ, അതിനുള്ള സാഹചര്യമാണ് വരുന്നതെങ്കിൽ, വഖഫോടുകൂടി ഇതാ പരിഹാരമായിരിക്കുന്നു, ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന BJP-യുടെ അവകാശവാദം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ ഒരു ആശങ്ക പാർട്ടിക്കുണ്ടോ? ഇവിടെ 10 മിനിറ്റ് അല്ല 20 മണിക്കൂറിലകം നീണ്ട ചർച്ച. ആ ചർച്ചയ്ക്ക് ശേഷം ലോകസഭ ബില്ല് പാസാക്കി, അതിനുശേഷം രാജ്യസഭ ബില്ല് പാസാക്കി. അങ്ങനെ ബില്ല് പ്രസിഡന്റിൻ്റെ ഒപ്പുകൂടെ കിട്ടിയപ്പോൾ നിയമമായിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം 2025 നിയമമായിട്ട് ഇറങ്ങി. അതിന് ഇപ്പോൾ ആ നിയമമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ആ നിയമവാഴ്ചയിൽ ഒരു നിയമം വന്നിരിക്കുന്നു. ഈ നിയമം വരുന്നതിന് മുമ്പ് കോൺഗ്രസും CPM-ഉം ഇതിനെ എതിർത്തു. ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ലിനെതിരെ സംയുക്ത പ്രമേയം കേരള നിയമസഭ പാസാക്കി. അതോടൊപ്പം ഈ ബില്ലിനെ എതിർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ മുനമ്പം നിവാസികൾ അവിടെ സമരം തുടങ്ങിയത്. ഞാൻ ആ സമരത്തിൽ 41 ദിവസം അവിടെ പോയി ഇടപെട്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശാനുസരണം ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് എന്നുള്ള നിലയിൽ പിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവിടെ പോയി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമരം അവരങ്ങനെ നടത്തുന്ന സമയത്ത് സമരം നടത്താനുള്ള സാഹചര്യം എന്താ? ആ മുനമ്പം ആൾക്കാർക്ക് ഫറൂഖ് കോളേജ് അവർ ആ സ്ഥലം വിറ്റു. ഫറൂഖ് കോളേജ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് നിയമപരമായ അവകാശമുണ്ട്, അതുകൊണ്ടാണ് വിൽക്കാനുള്ള സെയിലബിൾ റൈറ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫറൂഖ് കോളേജ് വിറ്റു. ഇവരത് വാങ്ങി, അവരവിടെ കൃഷി ചെയ്തൊക്കെ ജീവിക്കുന്നു. അവർ കരം കെട്ടുകയും ചെയ്തിരുന്നു, പോക്കുവരവ് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വഖഫ് ബോർഡ് അതിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവരുടെ ആ കരം കെട്ട് അങ്ങ് നിർത്തി. ആ കരം കെട്ട് നിർത്തിയപ്പോൾ
CPM-ന്റെ പല മന്ത്രിമാരും ഒക്കെ അവിടെ ചെന്ന് ഞങ്ങൾ അതിന് സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ CPM കേരള സർക്കാർ ആ കരം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവെടുത്തു. ആ ഉത്തരവിനെ വഖഫ് ബോർഡ് ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെയാണ് സ്ഥലം എന്ന് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേയും മേടിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഈ മുനമ്പം നിവാസികൾ അവരുടെ കരമെടുക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങി. അപ്പോൾ അന്ന് സമരം ചെയ്തപ്പോൾ എന്താണ് പല നേതാക്കളും പാലക്കാട് ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് പല നേതാക്കളും അരമണയൊക്കെ നിരങ്ങുകയുണ്ടായി. അപ്പോൾ അവർക്ക് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം നിയമിക്കുന്ന ആ വഖഫ് ബോർഡുകാർക്ക് ഇതിൻ്റെ അവകാശം അങ്ങ് പിൻവലിച്ചാൽ മതി. ഇതിൻ്റെ അവകാശം പിൻവലിക്കുന്നതിന് പകരം അവർ സംഗതി അല്പം കൂടി വഷളാക്കാൻ വേണ്ടി ഇവർക്ക് കാസർഗോഡ് സ്ഥലം കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഏതാ മുനമ്പക്കാർക്ക്. അവരതിനെ സമ്മതിച്ചില്ല. ഇപ്പം നേരെ തിരിച്ചു. ഇപ്പം കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കിയ ഉടനെ കോൺഗ്രസും CPM എതിർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ നിയമം വന്നാലും മുനമ്പത്തുകാർക്ക് രക്ഷയില്ല. ഇവിടെ എന്നോട് ചോദിച്ചുകേണ്ടായി ഇവിടെ നിങ്ങൾക്ക് എത്ര നിമിഷം കൊണ്ട് പരിഹരിക്കാം, കിരൺ റിജ്ജു എത്ര ദിവസം കൊണ്ട് പരിഹരിക്കാമെന്ന് ഉത്തരം പറയണമെന്ന്. കിരൺ റിജ്ജു വേണ്ട, ഞാൻ തന്നെ ഉത്തരം പറയാം. ഇപ്പം ഈ നിയമം വന്നതോടുകൂടി പഴയ കാലത്തെ സെക്ഷൻ 2A അത് അമെൻഡ് ചെയ്തിരിക്കുന്നു. ആ സെക്ഷൻ 2A അമെൻഡ് ചെയ്തിരിക്കുന്നത് നോട്ട് വിസ്റ്റാൻഡിങ് നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് അതിനകത്തുണ്ട്. കേരളത്തിലെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ മറ്റു കോടതികളൊക്കെ എന്തു പറഞ്ഞാലും അങ്ങനെ കോടതി വിധികൾ ഉണ്ടായാലും ഒരു ട്രസ്റ്റിനാണ് ഈ ഭൂമി കൊടുക്കുന്നെങ്കിൽ അത് വഖഫിൽ പെടില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് കൊടുക്കുന്നു, അള്ളാഹുവിന് കൊടുക്കുന്നതാണ് വഖഫ്. ഇത് തന്നെയാണ് യേശു ഭഗവാനും പറഞ്ഞത്. യേശു ഭഗവാനെ പരീക്ഷിക്കുവാൻ വേണ്ടി പരിസേയരും നിയമജ്ഞരും അദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് നിങ്ങൾ ദൈവത്തിന്റെ പുത്രനല്ലേ, എന്തിനാണ് പിന്നെ അങ്ങനെ സീസറിന് നികുതി കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു ഭഗവാൻ പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് അവിടെ കൊടുക്കുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയ്ക്കാണ് കൊടുക്കുന്നത്. എളങ്കാവിൽ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ എളങ്കാവിലെ അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക്, അവിടെ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ എളങ്കാവിൽ അമ്പലം നടത്തുന്ന ഒരു സ്കൂളിന് വേണ്ടിയാണ് കൊടുക്കുന്നെങ്കിൽ അത് ദേവസ്വമല്ല. ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന ഒരു സ്കൂളിന് വേണ്ടി, ആ അമ്പലം നടത്തുന്ന ഒരു സ്കൂളിന് വേണ്ടിയാണെങ്കിൽ അത് ദേവസ്വമല്ല. ഇതാണ് ഇവിടെ ഇപ്പോൾ പുതിയ നിയമത്തിലൂടെ വന്നിരിക്കുന്നത്. ഇന്ത്യയിലുള്ള മറ്റ് ട്രസ്റ്റ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒക്കെ രജിസ്റ്റർ ചെയ്ത ചില സംഘടനകളുണ്ടോ, ആ സംഘടനകൾക്ക് കൊടുത്തതാണെങ്കിൽ അത് വഖഫ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഇവരുടെ പ്രശ്നം തീർന്നിരിക്കുന്നു. ഇനിയും കരം എടുക്കേണ്ട കാര്യം, ഇത് സംബന്ധിച്ച് കേസുകൾ നിലനിൽക്കുന്നു. ഒന്ന്, കരം എടുക്കുന്നതിനെതിരെ ഒരു സ്റ്റേ. ആ സ്റ്റേ വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു അഡ്വക്കേറ്റ് ജനറൽ വന്ന് പറയും ഞങ്ങൾ കരം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രശ്നം തീർക്കുന്നു. ഇതുവരെ തീർക്കാൻ സാധിച്ചോ? അന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാം, ഇവിടെ മുസ്ലിം നേതാക്കന്മാരെല്ലാം കൂടെ പോയി കണ്ടു തീർക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കേരളത്തിലെ വഖഫ് ബോർഡിനെ കൊണ്ട് ഇതിനുള്ള അവകാശം പിൻവലിപ്പിച്ചാൽ മതി, ഈ പ്രശ്നം തീരും. ഇപ്പം നടക്കുന്ന വിഷയം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ വന്നു. അപ്പോൾ CN രാമേന്ദ്രൻ നായർ കമ്മീഷനെതിരെ ഈ പറയുന്ന വഖഫ് അനുകൂലികൾ അവരാണ് കേസ് കൊടുത്തത്. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഒരു വിധി വന്നിരിക്കുന്നു. ആ വിധി എന്താ വന്നിരിക്കുന്നത്? ആ വിധി വന്നിരിക്കുന്നത് ഈ കമ്മീഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ ജുഡീഷ്യൽ കമ്മീഷനെയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ഒളിച്ചോടാനും വേണ്ടിയാണ്. കേരളത്തിൽ എത്രയോ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിരിക്കുന്നു, അവരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു, റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. എത്ര പേരെ നടപടി എടുത്തു? മാറാട് കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം വല്ലതും നടപ്പിലായോ? എന്ന് മാത്രമല്ല അവരുടെ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പരാമർശങ്ങൾ പലതും എക്സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് CN രാമേന്ദ്രൻ നായർ കമ്മീഷന് അധികാരമില്ല എന്ന് പറഞ്ഞു. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഒരു കമ്മീഷൻ ഒരു സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താനൊക്കെ ആ കമ്മീഷൻ അവിടെ കാണുന്നത് എഴുതാനൊക്കെ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യണമെന്ന് കമ്മീഷന് എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനെതിരെ ഇവർ റിട്ട് അപ്പീൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മുനമ്പം നിവാസികളും അവിടെ റിട്ട് അപ്പീൽ കൊടുത്തു. കാരണം ആ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ജഡ്ജ്മെന്റിൽ ചില അനാവശ്യ പരാമർശനങ്ങൾ ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരും വളരെ സിമ്പിൾ ആയിട്ട് വളരെ അല്ല ശ്രീ നോബൽ മാത്യു വളരെ ഞാൻ പറഞ്ഞിട്ട് ആ റിട്ട് അപ്പീൽ വരുന്നു. റിട്ട് അപ്പീല് അഡ്മിറ്റ് ചെയ്ത ശേഷം ആ റിട്ട് അപ്പീലില് സ്റ്റേ ഒന്നുമില്ല. ആ റിട്ട് അപ്പീലിൽ ഒരു ചെറിയ ഓർഡർ കൊടുക്കും. അത് ഇനി വെക്കേഷന് ശേഷം വരും. ആ വെക്കേഷന് ശേഷം വരുമ്പോഴത്തേനെ തീരുമാനമുള്ളൂ. അപ്പോഴേക്കും ഈ നിയമ പ്രാബല്യത്തിൽ വന്നിരിക്കും.
ഈ നിയമം പ്രാബല്യത്തിൽ ഇതിന്റെ അകത്ത് 2 ഇപ്പൊ ഇവർ പറയുന്നത് ഇനി അല്ല അത് തന്നെയാണ് ഈ നിയമത്തിലെ സെക്ഷൻ 2A വായിച്ചാൽ തന്നെ അറിയാം. ശ്രീ റോബിൻ മാത്യു, ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് അല്ല എന്ന് ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് ഒരു നിലപാടെടുത്ത ട്രൈബ്യൂണലിലേക്ക് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും കൂടുതൽ നിയമപ്രക്രിയ നടക്കും. അത്ര സിമ്പിൾ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവർ വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമോ എന്നല്ലേ ചോദിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഇത് വഖഫ് ബോർഡിന്റെ ട്രസ്റ്റ് അല്ല, വഖഫ് ബോർഡ് ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ ട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ട്രൈബ്യൂണൽ കേസുണ്ട്. ഇന്ന് ആ കേസ് കോഴിക്കോട് ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നു. ആ കേസ് കോഴിക്കോട് ട്രൈബ്യൂണലിന് അവർ ഇനി താഴേക്ക് വിടേണ്ടി വരും. താഴേക്ക് വിടുമ്പോൾ താഴെ തീരുമാനം വരും. താഴെ തീരുമാനം വരുമ്പോൾ പഴയ സെക്ഷൻ 40 ഇല്ല. അപ്പൊ വഖഫ് ബോർഡിനകത്ത് യാതൊരു അവകാശവും പറയാനൊക്കത്തില്ല. പഴയ വഖഫ് ബോർഡല്ല. ഇനിയിപ്പം കേരള സംസ്ഥാനമാണ് ഈ വഖഫ് ബോർഡ് പുതിയതിനെ നിയമിക്കേണ്ടത്. ഇപ്പോൾ ഈ നിയമത്തിൽ പറയുന്ന അനുസരിച്ച് വഖഫ് ബോർഡിനെ നിയമിക്കേണ്ടത് കേരള സംസ്ഥാനമാണ്. അവർ നിയമിക്കുമ്പോൾ അതിനകത്ത് ഇത്ര പ്രതിനിധികൾ വേണം, വനിതകൾ വേണം, ഇതൊക്കെ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. അവര് നിയമിക്കുമ്പോൾ ആ വഖഫ് ബോർഡ് തീരുമാനമെടുത്താലും അതിനെ ചലഞ്ച് ചെയ്യാൻ പഴയ സെക്ഷൻ പണ്ട് വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുക്കുക ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ എതിർകക്ഷികൾക്കായിരുന്നു തെളിവ് ഫാരം, അതായിരുന്നു സെക്ഷൻ 40. അതിപ്പോ ഇല്ലാതായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്ഷൻ 2A അമെന്റ്മെന്റ് വരുത്തുകയും ഇത് വരുത്തുകയും ചെയ്തുകൊണ്ട് സെക്ഷൻ 40 ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ശ്രീ ജോസ് കുട്ടി, ഞാൻ തിരികെ വരാം. ശ്രീ ജോസ് കുട്ടി ഒഴികെ ഇതിനകത്ത് തൽക്കാലം സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലാക്കണ്ട, ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സമരസമിതിയുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സഭ ഇതിനകത്ത് വ്യക്തമാക്കിയത് ഞങ്ങൾ ബില്ലിന് അനുകൂലിച്ചുള്ളൊരു നിലപാടാണ്, ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കും എന്നുള്ളൊരു നിലപാടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വഴിയാണ് കൃത്യമായ വഴി എന്ന് ഇടത് സർക്കാർ പറയുകയും ചെയ്യുന്നു. ഒരു ആശയക്കുഴപ്പമുണ്ടോ സഭയ്ക്ക്? അല്ല, ഇക്കാര്യത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയക്കുഴപ്പവുമില്ല. സഭ ഈ പ്രശ്നത്തിൽ വളരെ വ്യക്തമായ സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത്. അതിലൊന്ന് നിയമ ഭേദഗതി വേണം എന്നുള്ളതായിരുന്നു. ആ നിയമ ഭേദഗതിയിലെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ആ വകുപ്പുകൾ ഉപയോഗിച്ചുള്ള നിയമ ഭേദഗതി കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന നിലപാടെടുത്തു. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന നിയമ ഭേദഗതി കൊണ്ട് മുനമ്പങ്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് തന്നെയുമല്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി ഇനി ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് ഒരു വിധി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി, ഭൂ ഉടമകൾക്കോ അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്കോ എതിരായി ഉണ്ടായാൽ അതിനെ സിവിൽ കോടതികളിൽ സാധാരണ കേസ് ഫയൽ ചെയ്യുന്ന പോലെ ഫയൽ ചെയ്തുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കകത്തേക്ക് വഖഫ് കാര്യങ്ങൾ കൂടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റേ ട്രൈബ്യൂണലിന്റെ ആ ഒരു വളരെ ഡ്രക്കോണിയൻ ആയിട്ടുള്ള അവരുടെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിധിയിൽ നിന്ന് പുറത്തിയാടി സിവിൽ കോടതികളുടെ പരിധിയിലേക്ക് ട്രൈബ്യൂണലിന്റെ വിധികൾ കൂടെ വരുന്നു, അത് ചോദ്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതും അവർക്ക് ഏറെ പ്രത്യാശ നൽകുന്നതുമാണ്. മറ്റൊരു കാര്യം, ഈ പ്രശ്നം തീരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഈ 2A വകുപ്പിൽ വന്നിരിക്കുന്ന ആ ഭേദഗതി കൊണ്ട് തന്നെ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെയും ഉള്ളതും, അതായത് യഥാർത്ഥത്തിലുള്ള വഖഫ് ചെയ്യുന്നത് അല്ലാതെ ക്ലെയിം ചെയ്തുള്ള വഖഫ് ഇനി നടക്കില്ല എന്നൊരു യാഥാർത്ഥ്യം വന്നിരിക്കുകയാണ്. വഖഫ് കൊടുക്കുന്നതിൽ ആരും എതിരല്ല, വഖഫ് വരുന്നതിന് ആരും എതിരല്ല. അത് ജനങ്ങൾക്കുള്ള വിശ്വാസികൾക്കുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യമാണ്. അതവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത്തരത്തിലുള്ളതല്ലാതെ ക്ലെയിം ചെയ്തുകൊണ്ട് ആരുടെയും ഭൂമി പിടിക്കുക എന്നുള്ളത് നടക്കുകയില്ല. അതിൻ്റെ അകത്ത് ജാതിമതമൊന്നുമില്ല, അതിൻ്റെ അകത്ത് ആർക്കും പറ്റും. അല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് ഒരു പോയിന്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രീ ജോസ് കുട്ടി. അതായത് ഈ ബില്ലോട് കൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സഭ ഉറപ്പായും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇടത് സർക്കാരിന്റെ ഈ ആശ്വാസം, ഈ കമ്മീഷൻ പ്രവർത്തനം തുടരും, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്ന അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നു പൂർണ്ണമായിട്ട്. തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ വാസ്തവത്തിൽ ഇനിയിപ്പോ കമ്മീഷന്റെ ആവശ്യം എന്താണെന്ന് പോലും ഒന്ന് പുനർചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഈ കമ്മീഷൻ ഇല്ലെങ്കിലും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ
മുൻപത്തെ ജനങ്ങളുടെ താല്പര്യപ്രകാരം അവരുടെ ഭൂമി അവർക്ക് എന്നേക്കുമായി തിരിച്ചു കിട്ടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അവർക്ക് അത് ഒന്നെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് അവരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അത് കോടതി വഴി പോയി ചെയ്യാനായിട്ട് പറ്റും. ഇനി കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി വഖഫല്ല എന്നൊരു റിപ്പോർട്ട് കമ്മീഷൻ കൊടുത്താൽ പിന്നെ അവിടെ കൊണ്ട് ആ പ്രശ്നം തീരുകയാണ്. ആ ഭൂമി വഖഫല്ല എന്നതിന്റെ വ്യക്തമായ തീരുമാനം അതിന്റെ ട്രസ്റ്റിലേക്കാണ് ഇത് കൈമാറി എന്നുകൊണ്ട് തന്നെ വന്നിരിക്കുകയാണ് ആ ഭൂമി വഖഫല്ല എന്നുള്ളത്. അപ്പൊ ഇനി അവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അല്ല ശ്രീ ജോസ് കുട്ടി ഒഴികെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സമരം അവസാനിക്കുമോ വളരെ പെട്ടെന്ന്? ഇനിയിപ്പം സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവർക്ക് അവരുടേതായ ഉറപ്പുകളും കിട്ടേണ്ടതുണ്ട്. അത് സമരം അവസാനിപ്പിച്ചു പോവുക എന്നുള്ളത് എന്തിനാ ധൃതി വെക്കുന്നത്? സമരം ചെയ്യുന്നതിനകത്ത് ആൾക്കാർക്ക് എന്തിനാ ഇത്ര വിഷമം? അവർ സമരം ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതിനോട് ഒരുപക്ഷെ അവർക്ക് യോജിപ്പുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. സഭ പറയുന്ന ഈ അവകാശവാദത്തെ മുനമ്പം സമരസമിതി പൂർണ്ണമായും മുഖവിലക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് കൂടിയാണോ ഈ സമരം? അങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. അല്ലല്ല, അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത്. മുനമ്പം സമരസമിതിയുടെ സമരം എന്ന് പറയുന്ന അവരുടെ ഭൂമിയിൽ മേലുള്ള പൂർണ്ണമായ റവന്യൂ അവകാശങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കോടതിയിൽ അത് ഒരു പാർലമെന്റിൽ ഒരു നിയമം പാസ്സായി, അതുകൊണ്ട് മാത്രം അവർക്ക് അത് കിട്ടിയിട്ടില്ല. അതിന്മേലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതെല്ലാം പൂർത്തിയായി അവർക്ക് ആ ഭൂമി കിട്ടുന്നത് വരെ അവരുടെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. അനിശ്ചിതാവസ്ഥ മാറണം. അത് കിട്ടുന്നവരെ അവർ സമരം ചെയ്താൽ മതിയാവും. അതിൻ്റെ അകത്ത് സഭയുമായിട്ടുള്ള തർക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു സംഭവമില്ല. മുനമ്പൻ ജനത എന്തിനു വേണ്ടിയിട്ടാണോ സമരം ആരംഭിച്ചത് അതിന്റെ രേഖകൾ അവർക്ക് കയ്യിലോട്ട് കിട്ടുന്നവരെ അവർ സമരം തുടരണം. അത് തികച്ചും അതാണ് അതിന്റെ അടിസ്ഥാനം. ഓക്കെ, ഞാൻ തിരികെ എത്താം. ഫാദർ അജി പുതിയ പറമ്പിൽ, സ്വാഭാവികമായിട്ടും സഭയ്ക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനോടനുബന്ധിച്ചുള്ള നിലപാടുകൾ എടുക്കുന്നു. അത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പരിഹരിച്ച രാഷ്ട്രീയ പാർട്ടിയോട് ആ തരത്തിലുള്ള ഒരു യോജിപ്പും കാണിക്കാൻ സഭയ്ക്ക് കഴിയും. സമരം തുടരുന്നത് അവരുടെ അവകാശവാദങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. അതും ഇത് കൂട്ടി ചേർക്കേണ്ട കാര്യമില്ല. ഇടത് സർക്കാർ പറയുന്ന പ്രതീക്ഷ, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, ഇതിനെല്ലാം അപ്പുറത്ത് ഇവിടെ പരിഹാരമുണ്ട്. പരിഹാരം കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അവരെല്ലാവരുമുണ്ട്. എന്തിന് സഭ പറയുന്നത് ഈ ജനങ്ങൾക്കൊപ്പമാണെങ്കിൽ പിന്നെ എന്തിന് സഭയുടെ നിലപാടിനെ വിമർശിക്കണം? ഈ മുൻപത്തെ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കപ്പെടണം, എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. മുൻപത്തെ ജനങ്ങളുടെ കണ്ണീരിന് എത്രയും പെട്ടെന്ന് ഫലമുണ്ടാകണമെന്നാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കുറച്ചു മുമ്പ് ഇവിടുത്തെ BJP പ്രതിനിധി പറഞ്ഞ വാക്ക് മുനമ്പം നിവാസികളെന്നാണ്. നല്ല കാര്യം. അതുപോലെ തന്നെ AKCC പ്രതിനിധിയും പറഞ്ഞത് മുനമ്പം ജനത എന്നാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുനമ്പത്തെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? മുനമ്പത്തെ ക്രിസ്ത്യാനികൾ. പാർലമെന്റിൽ എന്താ പറഞ്ഞത്? മുനമ്പത്തെ ക്രിസ്ത്യാനികൾ ഞങ്ങളെ വന്ന് കണ്ടു. അപ്പോൾ ഈ മുനമ്പത്തെ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ ഒരു നിയമപ്രശ്നത്തിനപ്പുറത്ത് ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റാൻ പറഞ്ഞിടത്തൊക്കെ മുൻപത്തെ ജനത എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അപ്പൊ മുൻപത്തെ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിൽ എത്രയോ തവണയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് വേണ്ടത് മുൻപത്തെ ജനത മാത്രമല്ല, ഇന്ത്യയിലെ ഏത് ജനതയും പ്രശ്നം അനുഭവിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാകണം. മുൻപത്തെ ജനതയുടെ കണ്ണീരിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ ആർക്കും ഇല്ല. അക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല ഏതാനും നാളുകളായി മുൻപത്തെ പ്രശ്നത്തെ അവതരിപ്പിച്ചത്. പക്ഷെ മുൻപത്തെ ജനതയ്ക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ മുൻപത്തെ ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനെ ഈ രീതിയിൽ മതവൽക്കരിക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല എന്ന് എൻ്റെ തന്നെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എങ്ങനെയായിരുന്നു കേരളത്തിലെ ചിത്രം? ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാക്കി വളർത്താൻ ആരൊക്കെയോ സ്ക്രിപ്റ്റും സെറ്റും തയ്യാറാക്കി. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. നമ്മുടെ കേരളത്തിലെ ജനത എത്രമാത്രം ഈ പ്രശ്നത്തിന്റെ പേരിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു മതസംഘടന കേരളത്തിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത മേലധ്യക്ഷ സമൂഹം KCBC എന്താ പറഞ്ഞത്? ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് MP-മാരോട് ആവശ്യപ്പെട്ടു. എത്ര അപക്വമായ ഒരു തീരുമാനമായിരുന്നു അത്! എത്ര അപക്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരക്ഷരതയായിരുന്നു അത്! അവിവേകമായിരുന്നു അത്. ഈ മുൻപത്തെ വഖഫ് പ്രശ്നം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ അകത്തൊരു മതപരമായ ഘടകമുണ്ട്. തൊട്ടു മുമ്പ് BJP പ്രതിനിധി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത് അദ്ദേഹം? ഈ വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് സമർപ്പിക്കുന്നത്.
എല്ലാം ഇതുപോലെ നമ്മൾ ദേവസ്വം, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ സ്വത്ത്, ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും മതപരമായ വീക്ഷണങ്ങളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള സെൻസിറ്റിവിറ്റിയും ഉണ്ട്. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ നമ്മുടെ ഇവിടുത്തെ KCBC ഞാൻ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. KCBC ഇതിൽ ഇത്തരത്തില് ഇവിടുത്തെ MP-മാരോട് പോലും ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കണമെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മതസംഘടനയാണ് ആവശ്യപ്പെട്ടത്. RSS അല്ല ആവശ്യപ്പെട്ടത്, BJP അല്ല ആവശ്യപ്പെട്ടത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ല ആവശ്യപ്പെട്ടത്, SNDP അല്ല ആവശ്യപ്പെട്ടത്, NSS അല്ല ആവശ്യപ്പെട്ടത്. NSS-ലുള്ളവർ അവിടെ പ്രശ്നത്തിൽപ്പെട്ടിട്ടില്ലേ? SNDP പെട്ടവർ അവിടുത്തെ പ്രശ്നത്തിൽപ്പെട്ടിട്ടില്ലേ? എന്താ അവരാരും ഉണ്ടാകുന്നത്? എന്റെ RSS ഇക്കാര്യത്തിൽ ഈ മതപരമായ KCBC ആവശ്യപ്പെട്ടത് മതപരമായ ഇടപെടാതിരുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യത്തിൽ അവധാനതയോടെ ഇടപെടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും ഇതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJP-ക്കാരും ഒരുമിച്ചിരുന്നാല് കൂടുതലുള്ളത് ക്രിസ്ത്യൻ സമുദായമാണ്. മുനമ്പത്ത് കൂടുതലുള്ളത് ക്രിസ്ത്യൻ സമുദായമാണ്. അതിൽ തർക്കമല്ല. ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നതും ക്രിസ്ത്യൻ സമുദായത്തെയാണ്. താങ്കൾ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആണ് മുനമ്പം ജനത ചിന്തിക്കുന്നതെങ്കിൽ 50 പേർ ഈ വഖഫ് ബില്ല് പാസ്സായ ശേഷം അടുത്ത ദിവസം 50 പേർ ആ പാർട്ടിയിൽ ചേർന്നു. നിലപാടെടുക്കുന്നത് അല്ല, ഞാൻ പറയുന്നത് ഇതാണ് അവിടുത്തെ ജനത. താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 50 പേരുടെ പാർട്ടിയിൽ ചേർന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഭ നിലപാടെടുക്കേണ്ടത് യെസ് മാഡം പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു സ്ക്രിപ്റ്റും സെറ്റും തയ്യാറാക്കി ഒരു മതപരമായ പ്രശ്നമാക്കി വളർത്തി അതിൽ മുതലെടുപ്പ് നടത്തിയതാരാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുതലെടുപ്പ് നടത്താൻ താല്പര്യമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതിന് പ്രശ്നം നേരത്തെ പരിഹരിക്കാമായിരുന്നു. ഇലക്ഷൻ കാലഘട്ടത്തില് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന സർക്കാർ എന്താണ് ചെയ്തത്? ഞാൻ അവരെ വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ സർക്കാർ ചെയ്തത്? ഈ പ്രശ്നത്തെ എങ്ങനെ കുറച്ചും കൂടി വളർത്താമെന്നും എങ്ങനെ മുൻപത്തെ ജനതകളുടെ മനസ്സിൽ കൂടുതൽ ആശങ്ക ഉണർത്താമെന്നും അവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ ഇലക്ഷനിൽ കുറച്ച് മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ പാർട്ടിക്ക്, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതാനും പെട്ടെന്നൊന്നും പരിഹരിക്കപ്പെടാനൊന്നും പറ്റിയല്ല. BJP പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇതൊരു നിയമപ്രശ്നമാണ്. സെക്ഷൻ 2A ഈ നിയമത്തിലെ അമെന്റ്മെന്റ് ആക്ട് സെക്ഷൻ 2A ഈ മുനമ്പക്കാരെ സഹായിക്കില്ല. ഞാൻ ഇന്നലെ അത് ആവർത്തിച്ച് വായിച്ചു. അല്ല, ഒരു നേരത്തെ ശ്രീ ജോസൂട്ടി ഒഴികെ പറഞ്ഞ പോലെ ഇതൊരു ഡ്രാക്കോണിയൻ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തുനിന്ന് മാറുന്നു. ഇതൊരു സിവിൽ കേസായി മാറുകയാണ്. കുറച്ചും കൂടെ ഒരു പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ട് താങ്കൾക്ക് ആ പ്രതീക്ഷ കാണുന്നില്ല ഫാദർ അജയ്? നല്ല കാര്യം, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് സെക്ഷൻ 2A ഈ മുൻപത്തെ ഇഷ്യൂവിനെ പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു സെക്ഷൻ അല്ല. നിങ്ങൾ എല്ലാവരും അത് വായിച്ചു നോക്കൂ, ആവർത്തിച്ച് വായിച്ചു നോക്കൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ഇനി അതല്ല ഈ നിയമം റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇത് മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുൻപത്തെ ജനതയ്ക്ക് അത് ഉപകാരപ്രദമായേനെ. അതുപോലെയുള്ള ഒരു വകുപ്പ് അല്ലെങ്കിൽ അതുപോലെ സഹായിക്കാവുന്ന ഒരു വകുപ്പ് ഈ BJP-ക്ക് കിരൺ റിജിജു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ BJP-ക്ക് അവിടുത്തെ ജനങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇതിനുണ്ട് എന്നൊരു വകുപ്പ് കൂട്ടിച്ചേർക്കാമായിരുന്നു. വേറെ ഒരുപാട് രീതിയിൽ ഈ നിയമത്തെ സേവ് ചെയ്യാമായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അനവധി തവണ വായിച്ചു നോക്കൂ. ഈ പറഞ്ഞ ഈ വഖഫ് ആക്ട്, അമെന്റ്മെന്റ് ആക്ട് 2025 ഈ മുൻപത്തെ ജനതയെ രക്ഷിക്കുന്ന വകുപ്പില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാനും അങ്ങനെ സന്തോഷിച്ച ആളാണ്. ഒന്നാം ദിവസം ഞാൻ ഇത് ആവർത്തിച്ച് വായിച്ചില്ല. അപ്പോൾ എന്റെ ഒരു സുഹൃത്ത് ഫാദർ പറഞ്ഞു സെക്ഷൻ 2A നമ്മെ സഹായിക്കുന്നതാണ്. ആ ഫാദർ പറഞ്ഞ അനുസരിച്ച് ഞാൻ അതുപോലെ വിശ്വസിച്ചു. സെക്ഷൻ 2A അനുസരിച്ച് ഈ കാര്യം സേവ് ചെയ്യാം. പക്ഷെ ഞാൻ ആവർത്തിച്ചെടുത്ത് വായിച്ചു. ഇന്നലെയാണ് ആവർത്തിച്ച് വായിച്ചത്. വായിച്ചു കഴിഞ്ഞാൽ പലരോട് ഡിസ്കസ് ചെയ്തു. ഇത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ലാത്തിടത്തോളം കാലം മുനമ്പം ജനതയെ ഇത് സഹായിക്കില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിയമം ഞാൻ വിചാരിക്കുന്നു ഈ നിയമം മിക്കവാറും സുപ്രീം കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട 4 ഭരണഘടനാ ആർട്ടിക്കിളുകളെ ലംഘിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 29. ഈ 4 ആർട്ടിക്കിളുകൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ഈ 4 ആർട്ടിക്കിളുകളെ
ഈ പറയുന്ന ഈ നിയമം വളരെ വ്യക്തമായി ലംഘിക്കുന്നത് കൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സുപ്രീം കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തിരികെ വരാം. ഫാദർ ഞാൻ തിരികെ വരാം. ശ്രീ ജോസു ജോളിയിലേക്ക് ഞാൻ വരാം. ഇതിന് മറുപടിയായിട്ട് ആ ഒരു ഓർഡർ അവസാനിപ്പിക്കുന്നു. ദയവ് ചെയ്ത് ഒരു കാര്യം കൂടി ഞാൻ തിരികെ വരാം. താങ്കൾക്ക് ആ റൗണ്ട് കൂടി ഞാൻ ശ്രീ ഷിജു ഖാൻ, ഇതിനകത്ത് വിമർശനം ബി.ജെ.പിക്ക് മാത്രമല്ല, ഇടത് സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാതെ വഷളാക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് നീട്ടിക്കൊണ്ടുപോയി. അത് ഒരു ഭാഗത്തുനിന്ന് പറയുന്നുള്ളത് കോൺഗ്രസും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ വലിയ പ്രതിസന്ധിയിലൊക്കെ ഇട്ട സമയത്ത് ഈ ബില്ല് പാസ്സാക്കിയതിന് ശേഷവും ഇടത് ഭാഗത്തുനിന്നുണ്ടായ വിമർശനമൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തു ചെയ്തു, ഞങ്ങൾ മാത്രമാണ് ബാധിച്ചത് എന്ന തരത്തിലൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഒരു ഡബിൾ ഗെയിമും ഇടത് സർക്കാർ കളിക്കുന്നില്ലെങ്കിൽ നേരത്തെ പരിഹാരം ഉണ്ടാകേണ്ടതായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം പരിപൂർണമായിട്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ ശ്രീ ഷിജു ഖാൻ? ആ ചോദ്യത്തെ പരിപൂർണമായി തള്ളിക്കളയാൻ പറ്റുമോ പറഞ്ഞ? ആ ചോദ്യത്തെ, അതുപോലെ ഇത്തരം വാദങ്ങളെ പരിപൂർണമായും തള്ളിക്കളയാം. കാരണം ഈ ഇലക്ഷന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തിത്വം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുമായി ഞങ്ങൾ സംസാരിക്കുകയും ഡിബേറ്റിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് വരുന്ന ഘട്ടമാണ്. മുനമ്പത്തെ പ്രശ്നത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയവും അതോടൊപ്പം നികുതി അടയ്ക്കുന്നതിന് വേണ്ടി തന്നെയും ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിനെ ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യവും അടക്കം ഉണ്ടായി. അപ്പോൾ ഗവൺമെന്റ് മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കേസുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയും. പക്ഷേ ഹൈക്കോടതിയിൽ കേസിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന ഏതൊരു തീരുമാനവും ഹൈക്കോടതിയുടെ കൂടി റിവ്യൂവിന് വിധേയമാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ നിന്നില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വൈമുഖ്യമുണ്ടെന്ന് ആരോപിക്കുന്നവർ എന്താണ് അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാരണം? ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, 600 കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഞാൻ ആ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മാതൃഭൂമിയിൽ ശ്രീ അഭിലാഷുമായി ഡിബേറ്റ് ചെയ്തു. ഞാൻ അന്നും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ അഫക്റ്റഡ് പാർട്ടീസുമായിട്ടുള്ള നിരന്തരമുള്ള അവരുടെ ആശങ്കകൾ കേട്ടുകൊണ്ടും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ആ ആശങ്കകൾ കേട്ടുകൊണ്ടും ഒക്കെ സ്പഷ്ടീകരിച്ചത് അവരെ അവിടെ നിന്ന് കുടിയിറക്കാൻ ഗവൺമെന്റ് നിൽക്കില്ല. ഇത് ഒരു ഗവൺമെന്റ് പറയുകയാണ്. ഏത് കേസുണ്ടെങ്കിലും ഏത് തീരുമാനം വന്നാലും ഞങ്ങൾ അവിടെ കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിന്റെ നെക്സ്റ്റ് മാർഗം എന്താണ്? നെക്സ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസിന്മേൽ, അതോടൊപ്പം അതിന്റെ വഖഫ് ഭൂമിയാണോ ഇഷ്ടദാന പ്രകാരമാണോ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ മുനമ്പത്തെ ജനത എന്ന് പറയുന്ന അവിടുത്തെ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നവരും കോടതിയുടെ മുന്നിലുള്ള കാര്യമാണ്. അതോടൊപ്പം അതിനെതിരായ വാദങ്ങളും കോടതിയുടെ മുന്നിലാണ്. അപ്പൊ കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഗവൺമെന്റിന് ചെയ്യാനാകുന്നതിന്റെ പരമോന്നതമായ നിലപാടാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റിൽ ഗവൺമെന്റ് എടുത്തത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ചർച്ച കുറച്ച് 4-5 പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം കുറച്ച് കിട്ടും. ഞാൻ രണ്ടാമത്തെ കാര്യം കൂടി പറയാം. അപർണ, ഇന്ത്യയിലെ ഏതാണ്ട് 19 കോടി വരുന്ന മുസ്ലിങ്ങളെയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഈ വഖഫ് കാഴ്ചപ്പാടിനെയും അതിന്റെ അടിസ്ഥാനത്തിൽ 913 നിയമവും 954 നിയമവും അതിന്റെയൊക്കെ ഭാഗമായി 995 രൂപം കൊണ്ട നിയമവുമൊക്കെ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതെല്ലാം കളക്ടർമാര് അന്തിമ തീരുമാനമെടുക്കുമെന്നും ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുറമേ നിന്നുള്ള ആളുകൾ തീരുമാനമെടുക്കുമെന്നുമുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം സമ്പൂർണമായി ഭരണഘടനാ വിരുദ്ധമാണ്. ഇതിനകത്ത് സുപ്രീം കോടതിയിൽ ഒരു സമയം തികയില്ല, മറ്റുള്ളവർക്ക് തികയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇടപെടാതെ മറ്റൊരു മാർഗമില്ല. വസന്ത്, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. ആശങ്കകൾ രേഖപ്പെടുത്തി. എല്ലാവർക്കും പറഞ്ഞല്ലോ. വസന്ത് പറയൂ. അത് CPIM-ന്റെ
അല്ല, എല്ലാവരിലേക്കും അല്ല. CPIM-നെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് ഞാനത് കൃത്യമാണ് ഷിജു, ഞാൻ ആ സമയം തന്നു. അതിലും വലിയ ആരോപണങ്ങൾ കത്തോലിക്ക സഭയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കും എനിക്ക് കൊടുക്കാൻ സമയം വേണം. അത്രയും ആരോപണങ്ങൾ CPM-നെതിരെ ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർക്കും എനിക്ക് സമയം കൊടുക്കണമല്ലോ. വസന്ത്, മറുപടി. ദൗർഭാഗ്യകരമാണ്. ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ചേരുമ്പോ CPIM-ന്റെ അഭിപ്രായം കേൾക്കണ്ടേ? അല്ല ഷിജു, ഞാൻ തന്നു. അത് നമുക്കൊരു ഒരു ന്യായപരമായിട്ട് വീതിക്കണ്ടേ? വസന്ത് പറയൂ, എനിക്ക് സമയം മറ്റവർക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ന്യായമല്ല. ചർച്ചയുടെ സമയക്രമം ന്യായമല്ല പറഞ്ഞ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിന്മേൽ എന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ വരാം ഷിജു, മറ്റുള്ളവരും കൂടെ പറഞ്ഞു കഴിയട്ടെ ഷിജു. അതൊരു നിർബന്ധ ബുദ്ധിയാണ്. അതിനുവേണ്ടി കളയാൻ എനിക്ക് സമയമില്ല. അതിനുവേണ്ടി കളയാൻ പറ്റില്ല. അത് CPM-ഉം കോൺഗ്രസും ഒരു വാദമാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ വാദം നിങ്ങൾക്ക് കേൾക്കണ്ടേ? കത്തോലിക്ക സഭയുടെയും BJP-യുടെ വാദം ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ടേ? വിലപ്പെട്ട സമയമാണ്. നോക്ക്, 10 മിനിറ്റ് ആണ് ബാക്കിയുള്ള ഷിജു. 10 മിനിറ്റ് ആണ് ബാക്കി. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. ശരി, വസന്ത് മറുപടി. അതൊരു ജനാധിപത്യ മര്യാദയിലാണ് ഷിജു. അതൊരു ജനാധിപത്യ മര്യാദയിലുമാണ്. 4 പാനലിസ്റ്റ് അവിടെ നിൽക്കുന്നു. ഈ ബാക്കി 4 പാനലിസ്റ്റിന് എനിക്ക് സമയം കൊടുക്കണ്ടേ? അല്ല, എനിക്ക് 4 പാനലിസ്റ്റിന് സമയം കൊടുക്കണ്ടേ? CPM-ന്റെ വക്താവ് മാത്രം പറഞ്ഞാൽ മതിയോ? അതെന്താണ് ഷിജു? അതെന്ത് ഭാഷയാണ്? മറ്റുള്ളവർക്ക് സമയം കൊടുക്കണ്ടേ? 4 പാനലിസ്റ്റ് സംസാരിക്കണ്ടേ? പറഞ്ഞു, കേട്ടു. അത് കേട്ടു. മറ്റുള്ളവർക്ക് പറയാൻ ദയവായി സമയം കൊടുക്കൂ. നിങ്ങൾ മറുപടി അല്ല, നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ എന്റെ അഭിപ്രായം കേട്ടില്ല. പറയൂ. ശരി, ആയിക്കോട്ടെ ഷിജു. ഈ രീതിയിലാണ് ജനാധിപത്യ മര്യാദയെങ്കിൽ താങ്കൾക്ക് ചർച്ച നിർത്താം. വസന്ത് തെങ്ങുവള്ളി, പ്ലീസ്. ശ്രീ ഷിജുഹാനും ശ്രീ നോബൽ മാത്യുവിനും ജനാധിപത്യ മര്യാദ പഠിപ്പിക്കരുത്. അപർണ എന്നെ ജനാധിപത്യ മര്യാദ പഠിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ഇതാണ് ചർച്ചയെങ്കിൽ ജനാധിപത്യ മര്യാദ പഠിപ്പിക്കരുത്. ഇവിടെ അതിലും വലിയ വിഷയം സംസാരിക്കുമ്പോൾ ഷിജു കൊണ്ടുവരരുത്. എന്ത് മോശമാണ് ഷിജു. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയം പറയണ്ടേ? കത്തോലിക്ക സഭയ്ക്ക് പറയണ്ടേ? BJP-ക്ക് പറയണ്ടേ? എത്ര മിനിറ്റായി നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ സമീപനം അല്ല, മറ്റുള്ളവർക്കൊന്നും പറയണ്ടേ? ഷിജു, ഈ ചർച്ച കഴിഞ്ഞ ശേഷം നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ ചർച്ച കഴിഞ്ഞ ശേഷം മറ്റുള്ളവർക്ക് പറയാൻ സമയം കൊടുക്കൂ. എത്ര മിനിറ്റ് ആണ് കളയുന്നത് ഷിജു? സമയം മതി. എനിക്കൊരു 1 മിനിറ്റ് തരാൻ. 45 നോക്കൂ. ഒരു 10 മിനിറ്റ് ഞാൻ എങ്ങനെയാ? ശരി, പറയൂ. പറഞ്ഞോളൂ. എന്ത് വിളിച്ചു പറയാം? ഞാൻ നിർത്തി. അങ്ങ് നിർത്തിയല്ലോ. എന്നെ ഞാൻ അപർണയെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടല്ല എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഞാൻ നിർത്തുന്നു. അല്ലല്ല, CPIM-ന്റെ അഭിപ്രായം അല്ല. നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു എന്നെ ക്ഷണിക്കണമെന്ന്. സഹപാനലിസ്റ്റുകളോട് മര്യാദയില്ലേ ഷിജു? അവർക്ക് സംസാരിക്കണ്ടേ? എത്ര മിനിറ്റായി ഷിജു? ഈ ചർച്ച കഴിഞ്ഞിട്ട് എത്ര മിനിറ്റാണ് നിങ്ങൾക്ക് തന്നതെന്നുള്ള എന്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഷിജുഖാനാണ്. ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഷിജുഖാനാണ്. ഇപ്പോ പോലും പ്ലീസ് വസന്ത് പറയൂ. എനിക്ക് ആ വിഷയം മാറിപ്പോവുകയാണ്. അനാവശ്യമായ സമയം അപഹരിക്കുന്ന നിങ്ങൾ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നെ ന്യൂസ് 18-ലെ അരുണും ഒക്കെ വിളിക്കുമ്പോ ഞാൻ അവരൊക്കെ വളരെ അന്തസ്സായി എന്നോട് പെരുമാറുന്നവരായതുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് വരുന്നതാണ്. നിങ്ങളുടെ സമീപനം ശരിയല്ല. നിങ്ങളുടെ സമീപനം ശരിയല്ല. എടുത്തോട്ടെ. നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും ഈ ക്യാപ്സൂൾ പോവില്ല. ഇനി 1 മിനിറ്റ് എന്റെ സമയത്ത് നിർത്തി ന്യായീകരിച്ച് ക്യാപ്സൂൾ ഷിജുഹാനുള്ള മറുപടി. ഷിജുഹാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് വരുമ്പോ സ്റ്റേ മൂവ് ചെയ്തു. ആരാണ് സ്റ്റേക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്? ശ്രീ ഷിജു, അത് സംസ്ഥാന വഖഫ് ബോർഡാണ്. ആരാണ് സംസ്ഥാന വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്? അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പോ നിങ്ങൾ പൊളിറ്റിക്കൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. തൽക്കാലം ഈ വിഷയത്തിൽ, അതായത് കരമടക്കുന്നതിനെ സ്റ്റേ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നോടം വരെ മുനമ്പത്തെ ജനത കരമടക്കട്ടെ എന്ന് സംസ്ഥാന വഖഫ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സംസ്ഥാന വഖഫ് ബോർഡ്? നിങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന വഖഫ് ബോർഡ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇത്രമാത്രം ചോര കുടിക്കാൻ BJP-ക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് BJP-ക്ക് കുടിക്കാനുള്ള ചോര പാകം ചെയ്തു കൊടുത്തത്
നിങ്ങൾ തന്നെയാണ്. BJPക്ക് കഴിക്കാനുള്ള അൽഫാം വെന്ത് വേവിച്ചെടുത്തു കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. ഗ്രില്ല് ചെയ്ത് കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. ഇനി നോബൽ മാത്യുവിന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ശ്രീ നോബൽ മാത്യുവിനുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞത് മുനമ്പൻ ജനതയുടെ പ്രശ്നം ആർട്ടിക്കിൾ 2 വരുന്നതോട് കൂടി തീരും. ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ട്രസ്റ്റുകൾക്ക് കൊടുക്കുന്നത് വഖഫ് അല്ല എന്ന് തീരുമാനിച്ചാൽ നിലവിൽ ഈ ഫറൂഖ് കോളേജിന് കൊടുത്ത പ്രോപ്പർട്ടി ആരുടേതായി മാറും? അത് മുനമ്പൻ ജനതയുടേതാകുമോ? അതിനൊരു ലീഗൽ പ്രശ്നമുണ്ട്. കാര്യം ഫറൂഖ് കോളേജാണ് ഈ മുനമ്പൻ ജനതയ്ക്ക് സ്ഥലം വിറ്റിരിക്കുന്നത്. ഫറൂഖ് കോളേജിന്റെ അല്ലാത്തൊരു പ്രോപ്പർട്ടി എങ്ങനെയാണ് ഫറൂഖ് കോളേജിന് മുനമ്പൻ ജനതയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നത്? ഇത് വലിയൊരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായും ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ഥലം സേട്ടിനെയും സത്താർ സേട്ടിനെയും ആരാണോ ഫറൂഖ് കോളേജിന് കൊടുത്തത് അവരുടെ പിന്തുടർച്ച അവകാശികളിലേക്കും ഈ സ്ഥലം പോകും. അങ്ങനെ വരുമ്പോ അത് വലിയൊരു ലീഗൽ ലിറ്റിഗേഷനിലേക്ക് വഴിവെക്കുമെന്നതിൽ സംശയം വേണ്ട. ഒന്ന്. രണ്ട്, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് നിങ്ങൾ വഖഫ് ബില്ലായി കൊണ്ടുവന്നത്. 2013 നിങ്ങൾ വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ, സ്ത്രീ പ്രാതിനിധ്യം വരുന്നു വഖഫ്. മുമ്പ് ഉണ്ടായിരുന്നില്ലേ ശ്രീ നോബൽ മാത്യു? 2013 അന്നത്തെ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന അമെന്റ്മെന്റിൽ വളരെ കൃത്യമായി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം വസന്ത, സമയ പ്രശ്നമാണ്. എനിക്ക് നോബൽ മാത്യുവിന്റെ മറുപടി നമുക്കതൊന്ന് ബാലൻസ് ചെയ്തു പോവാം. നോബൽ മാത്യു പ്ലീസ്. ഞാനിപ്പോഴും ഉറക്കെ പറയുന്നു, ഈ ട്രസ്റ്റിന് കൊടുത്തത് ഇപ്പം വസന്ത് പറഞ്ഞല്ലോ, ട്രസ്റ്റിന് കൊടുത്താൽ പിന്നെ വഖഫ് ചെയ്തതല്ല. അപ്പോൾ അതിനു മുമ്പ് ഉള്ള പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. ഇത് ഇവർക്ക് തന്നെ കിട്ടും. അടുത്ത മറുപടി, ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞത്. അതായത് സുപ്രീം കോടതിയിൽ ഈ നിയമം ചോദ്യം ചെയ്യണമെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് എതിരെ ഉണ്ടാവണം. 2 അൺറീസണബിൾ ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം. 3 പാർലമെന്റ് അവരുടെ പവേഴ്സ് എക്സീഡ് ചെയ്തു. ഇതൊന്നും ഈ നിയമത്തിലില്ല. ഇതുപോലെ ആർട്ടിക്കിൾ 370ക്ക് സുപ്രീം കോടതിയിൽ പോയി, ഒന്നും സംഭവിച്ചില്ലല്ലോ. മുത്തലാഖ് നിരോധന നിയമം വന്നു, സുപ്രീം കോടതിയിൽ പോയി. ഒറ്റ കാര്യമാണ്, ഇതിനൊരു മുൻകാല പ്രാബല്യം എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നെങ്കിൽ കിരൺ റിജിജു പറയുന്ന പോലുള്ള ഒരു അനുകൂല നിലപാട് മുനമ്പത്തോട് കാണിച്ചു എന്ന് BJPക്ക് പറയാമായിരുന്നില്ലേ? നേരത്തെ ഫാദർ അജി ചോദിച്ചില്ലേ, ഒരു മുൻകാല പ്രാബല്യം എന്നൊരു ക്ലോസ് അതിനകത്ത് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? അത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ established before or after the commencement of this act. Established before or after the commencement of this act. അത് മാത്രം മതി. റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഒന്നും വേണ്ട. അച്ഛന് വേണം ഞാൻ ശ്രീ ജോസ് കുട്ടി ഒഴികെയിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കുറച്ചധികം ചോദ്യം ഉണ്ടായിരുന്നു. സമയ പരിമിതി കൊണ്ടാണ് ശ്രീ ജോസ് കുട്ടി ഒഴികെയിൽ. പക്ഷേ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മുനമ്പം ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത്. സഭയ്ക്ക് വേണ്ടി ഒരു കുപ്പായ ഇട്ട ആള് ആ സഭയുടെ ആളാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ കുപ്പായ വിട്ടിയ ആള് സഭയുടെ നിയമ നടപടി നേരിടുന്ന ആളാണ്. ആ കുപ്പായ വിട്ടിയ ആളെ സഭ ഓൺ ചെയ്യുന്ന ആളെ മറ്റൊന്നുമല്ല. അദ്ദേഹം ഇവിടെ ഒന്നും സംസാരിച്ചു എന്നുള്ളേ ഉള്ളൂ. അദ്ദേഹം സഭയുടെ നിയമ നടപടിയൊക്കെ നേരിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് സംസാരിക്കാം. കുപ്പായ വിട്ടുകൊണ്ട് വന്നു കരുതി അവരൊന്നും സഭയുടെ വക്താക്കളാകുന്നില്ല. അവര് പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായി സഭയെ വിമർശിക്കുകയും സഭയെ ആവശ്യമില്ലാത്ത കാര്യത്തിലും അനവസരത്തിലും പ്രതികൂട്ടിലാക്കുകയും ചെയ്യുന്നവരെ എങ്ങനെയാണ് സഭയുടെ വ്യക്താക്കളാക്കുന്നത്? വസ്തുതകൾ പഠിക്കാതെയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ഒരു വർഗീയ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനും സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് സഭ അത്തരത്തിലുള്ള നിലപാടെടുത്തത്. ആ നിലപാട് ശരിയുമാണ്. ആ നിലപാട് ശരിയാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനോടകമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ എന്ത് വന്നാലും വേറൊരു ആക്ഷേപം ഉന്നയിച്ചല്ലോ, കളക്ടർമാരെ ചുമതല ഏൽപ്പിച്ചെന്ന്. യഥാർത്ഥത്തിൽ കളക്ടർമാരാണ് ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ജില്ലാ തലത്തിലുള്ള ഭരണത്തിന്റെ ചുമതലയിൽ നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്നവരാണ്. ഉറപ്പായിട്ടും കളക്ടർമാരെ ഏൽപ്പിച്ചാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഭരണഘടനാപരമായ ജനാധിപത്യപരമായ മാർഗം. അല്ലാതെ ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങളോ മറ്റ് സമുദായ താല്പര്യങ്ങളോ മറ്റ് താല്പര്യങ്ങളോ ഉള്ളവരെ ഏൽപ്പിക്കുന്നതല്ല അത് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, വഖഫ് ബോർഡ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുന്ന കാര്യത്തിലേക്ക് അപ്പീലായിട്ട് പോകേണ്ട ട്രൈബ്യൂണലിലേക്കാണ്. ഇത് വാദി തന്നെ വിധിയാളനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ വാദി തന്നെ വാദിക്ക് വേണ്ടി വാദിക്കുന്നു, വാദി തന്നെ വിധി പറയുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും സാധാരണ ജനത്തിന് നീതി കിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൽ ഇപ്പൊ മാറ്റം വന്നിരിക്കുകയാണ്.
സഭ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു, ഈ വഖഫ് ബോർഡിന്റെ ഈ പുതിയ സംവിധാനത്തിനകത്ത് അന്യമതസ്ഥർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അന്യമതസ്ഥരെ ഒഴിവാക്കിയാൽ നല്ലതാണെന്നുള്ള അഭിപ്രായവും സഭ പറഞ്ഞിരുന്നു. പക്ഷെ അന്യമതസ്ഥർ വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, നിയമപരമായിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അത് തന്നെയുമല്ല, ഏതൊരു തീരുമാനത്തെയും നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം ആളുകൾക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ആ ജനാധിപത്യപരമായ അവകാശം ഞങ്ങൾക്ക് കിട്ടുന്ന അത്രയും വലിയ മറ്റൊരു സംഭവമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ജനാധിപത്യ അവകാശമാണ് ഈ ഡ്രാക്കോണിയൻ നിയമത്തിലൂടെ നിഷേധിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനാധിപത്യപരമായും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതും ഇവിടെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാത്തതുമായ ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ വഖഫ് നിയമ ഭേദഗതിയുടെ ഗുണങ്ങൾ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പഴയ വഖഫ് കേസിന്റെ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അന്യമതസ്ഥരുണ്ടെങ്കിലും അത് അംഗീകരിക്കാവുന്ന വിഷയമാണ് എന്നാണ് ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ പറയുന്നത്. അതൊരു ജനറൽ നിലപാടായിട്ട് കാണുന്നുണ്ട് ക്രൈസ്തവ സമുദായമെങ്കിൽ നല്ലത്. ഫാദർ അജി പുത്തമ്പരക്കെ. യെസ്, ഒന്നാമത്തെ കാര്യം, ഞാനൊരു മനുഷ്യനാണ്, ഒരു ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് BJPയുടെ പ്രതിനിധി എന്നോട് സഹിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഒരു ചർച്ച് ബോർഡ് ആക്ട് വന്നു എന്ന് വിചാരിക്കുക, വരാതിരിക്കട്ടെ, ഞാൻ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിൻ്റെ അകത്ത് അക്രൈസ്തവരായ 2 പേര് അതിനകത്ത് വരിക എന്ന് വിചാരിക്കുക. നമുക്കത് എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക? ആർട്ടിക്കിൾ 26 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തിലെ, ഒരു റിലിജിയന്റെ സ്വത്തുകൾ അല്ലെങ്കിൽ അവരുടെ അഫയേഴ്സ് അല്ലെങ്കിൽ സ്വത്തുക്കൾ പരിപാലിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് മാനേജ് ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇവിടുത്തെ ഈ ബോർഡ് എന്താ ചെയ്യുന്നത്? ഈ നിയമം അനുസരിച്ച് അതിനകത്തേക്ക് അമുസ്ലിങ്ങളായ 2 പേർ വേണമെന്ന് മാൻഡേറ്ററി ആണ്. അത് കൂടാതെയും അതിൻ്റെ അകത്ത് 2-3 പേര് വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു കാരണവശാലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. നാളെ ചർച്ച് ബോർഡ് വന്നാലും, സിഖ് ബോർഡ് വന്നാലും, പാർസി ബോർഡ് വന്നാലും, നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഇവിടുത്തെ ക്ഷേത്ര ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളുണ്ടോ? ഇവിടുത്തെ MLA-മാരുടെ പ്രതിനിധി ആരെയാക്കുന്നത്? അവരെ കൃത്യമായിട്ട് ഹിന്ദുസിനാണ് തെരഞ്ഞെടുക്കുന്നത്. അതല്ലേ ഉചിതം? ഒരു മതത്തിന്റെ കാര്യങ്ങൾ അവർക്കല്ലേ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇപ്പോൾ വഖഫ് ബോർഡിൽ ഇത് വരുമ്പോൾ സന്തോഷിക്കുകയും നാളെ ചർച്ച് ബോർഡിൽ വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന സമയപരിമിതി കൊണ്ട് ഫാദർ അജി പുത്തമ്പരത്തിൽ എന്നോട് ക്ഷമിക്കുക, എനിക്ക് കൂടുതൽ അങ്ങോട്ട് വരാൻ കഴിയാത്തത് സമയം എക്സീഡ് ചെയ്തു പോയതുകൊണ്ടാണ്. നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു, ഇതൊരു അനുകൂല സാഹചര്യം BJPക്ക് ഉണ്ട്, അത് പാളുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം ഏത് തരത്തിൽ? 41% പ്രേക്ഷകർ അല്ല എന്നാണ് വിചാരിക്കുന്നത്, 55%. കഴിഞ്ഞ ദിവസത്തെ പോളുമായി നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഏതായാലും പറയേണ്ടത്, ഇനി മുനമ്പത്ത് പറയേണ്ടത് CPM കോൺഗ്രസും അല്ല, പറയുന്നത് മുനമ്പം സംരക്ഷണ സമിതി തന്നെയാണ്, അവർക്കൊപ്പം നിൽക്കുന്ന സഭയാണ്, ഈ ബാന്ധവം കൈയടിക്കുന്ന BJP തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ ഏത് തരത്തിലുണ്ടാകുമ്പോൾ ഇടതും വലതും അതെങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുകൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. അതിന് ഒരു ശക്തി പകരുമോ ഈ കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ് എന്ന് തന്നെയായിരുന്നു ചോദ്യം. വളരെയധികം നന്ദി. മറ്റുള്ളവരിലേക്കും അധികം പോകാൻ കഴിഞ്ഞില്ല, സമയം തരാൻ കൂടുതൽ വരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്ക്. പൂർണ്ണമാകുന്നു.